ഇതാണ് അഗസ്ത്യ മുനിൻ്റെ അമ്പലം, അഗസ്തേശ്വര. ഇത് ഇല്ലത് എവിടെ പറഞ്ഞെങ്കിൽ സിദ്ധാപുരത്ത് നിന്ന് 5 കിലോമീറ്റർ കഴിഞ്ഞ് ഗുയ്യ പറഞ്ഞൊരു സ്ഥലം കിട്ടും, അവിടെയാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ നമ്മളിവിടെയൊക്കെ വന്ന ഉദ്ദേശം എന്താ പറഞ്ഞെങ്കിൽ നമ്മൾ വന്നത് പുല്ല് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലം കണ്ടു. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ് ഈ അമ്പലത്തേക്ക് 3000-4000 കൊല്ലത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, ഭയങ്കര ഓൾഡ് അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് തോന്നി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോയി ഒരു പൂജയാക്കി. എന്നിട്ട് അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലെല്ലാം കണ്ടു. എന്നിട്ട് ഈ അമ്പലത്തേക്ക് പൂജ ചെയ്യുന്ന പട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൻ്റെ കാര്യം. അയാളും ഇതിൻ്റെ ഫുള്ള് ക്ലിയറായിട്ട് പറഞ്ഞു. അയാൾക്ക് പക്ഷേ കന്നഡത്തിലുണ്ട്, അയാൾക്ക് ക്ലിയറായിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു തന്നെ. അപ്പോൾ അതിനൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതന്നെ നമ്മ അഗസ്ത്യ മുനിൻ്റെ അമ്പലം. അതെ, ഭയങ്കര പഴയ അമ്പലം. 4000 കൊല്ലം അതിനത്ര ഇതിൻ്റെ കട്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് പുല്ലെടുക്കാൻ പോകുമ്പോൾ അതിനെ കണ്ട്. ഇത് അമ്പലത്തേക്ക് വരുന്നവർക്ക് അവിടെ താഴെ പുഴയുണ്ട്, അവിടെ പോയിട്ട് കൈക്കാലെല്ലാം കഴുകിയിട്ട് വരാനില്ല സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. അതെ, നല്ലതല്ലേ അത്. പുഴ പറഞ്ഞ എത്ര വലുതറിഞ്ഞ. അതെ, പാങ്ങ് കാണണപ്പാ അല്ലേ. മാത്രം പഴയ കാലത്തിന്റെ സാധനങ്ങൾ ഇതെല്ലാം. ആൾക്കാർ പോലും വരലെല്ലാം ഉണ്ടാവില്ലേ. ഉണ്ട്. അതെ, ഇങ്ങ പോയിട്ട് പൂജ എല്ലാം ആക്കി പിന്നെ വെള്ളത്തിൽ വന്നിട്ട് നമ്മളും കൈക്കാലെല്ലാം കഴുകിയിട്ട് നല്ലതായി. കുറെ മീനുകളും ഉണ്ട്. അഗസ്ത്യേശ്വര അമ്പലത്തിന്റെ പുഴ കുറേ വീതിയിലുണ്ട് പുഴ. അപ്പോൾ ഇവിടെ അമ്പലത്തേക്ക് വന്നവരെല്ലാം ഇവിടെ വന്നിട്ട് കൈക്കാലെല്ലാം കഴുകിയിട്ട് പിന്നെ അമ്പലത്തേക്ക് പോകണമെന്നില്ല, അങ്ങനത്തെ ഒരു ശാസ്ത്രമുണ്ട്. അതിനെ കൊണ്ട് നമ്മളും ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അമ്പലത്തേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. പൂവുമല്ല കാഴ്ച, പുഴയും അതിൻ്റെ അമ്പലത്തേക്ക് പോകുന്ന സ്റ്റെപ്പ് പറഞ്ഞാൽ കയറി മടക്കണങ്ങനത്തെ സ്റ്റെപ്പ് കുറേ നീളമുണ്ട്. അതെ, അതെല്ലാം കയറി പോയിട്ട് ആ ദൈവത്തിനെ നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിക്ക് ഒരു സമാധാനം ഉണ്ടാവും അല്ലേ. അതുണ്ടാവും, അത് ഉറപ്പായിട്ടുണ്ടാവും അല്ലേ. അതിനെ കൊണ്ടല്ലേ കയറി പോയിട്ട് നോക്കുന്നേ. അപ്പോൾ കയറിയിട്ട് അമ്പലത്തേക്ക് എത്തി. ഇത് അതിന്റെ മെയിൻ എൻട്രൻസ്. ഇതല്ലേ മെയിൻ എൻട്രൻസ്. എന്നിട്ട് ഇവിടെ ഈ സ്റ്റെപ്പ് കൂടെ കയറിയിട്ട് ഉള്ളിൽ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയ ഗർഭഗുടി കാണും അല്ലേ. എന്നിട്ട് ഈ ഗർഭഗുടിന്റെ എൻട്രൻസ് കൂടെ ഉള്ളിലേക്ക് പോയതോ അവിടെ അതിന്റെ മെയിൻ നമ്മളുടെ ശിവലിംഗയിലെ മെയിൻ ഗർഭഗുടി കാണും. അത് ഒരു വിശേഷമായിട്ടേ ഉണ്ട്. എങ്ങനെയുണ്ട് പറഞ്ഞെങ്കിൽ ഇവര് അതിനെ പുതുക്കിയിട്ടില്ല. അത് പഴയ ഗർഭഗുടി എങ്ങനെയുണ്ട് അതേപോലെ വെച്ചിന്. ബാക്കി എല്ലാത്തിനെയും പുതുക്കിയിട്ട് പണിയെടുത്തിന്. ആ ദൈവത്തിന്റെ മെയിൻ ഗർഭഗുടിനെ ഒന്നും ആക്കിയിട്ടില്ല, വെറും പെയിന്റ്. ഇതന്നെ ഒരു 4000 കൊല്ലത്തിന്റെ പഴയ അമ്പലം. പുതിയ പെയിന്റ് മാത്രം ആക്കിയിട്ടുള്ളത്, അതിന്റെ ഒറിജിനാലിറ്റി അങ്ങനെ വിട്ടുന്നു. എന്നിട്ട് അതില് മെയിൻ നമ്മളുടെ ഈ ശിവലിംഗത്തിനെ വെച്ചിട്ടുണ്ടാവും അല്ലേ, ശിവന്റെ അതും അത്ര തന്നെ 4000 കൊല്ലത്തിന്റെ പഴയ സാധനം, അതിനെ പുതുക്കിയിട്ടില്ല. അത് ഈ അമ്പലത്തിന്റെ വിശേഷം അല്ല. എന്നാലും പാങ്ങ് ഉണ്ടല്ലേ അത് അല്ലേ. അതെ, ഇത് അവിടെ ഗണപതി അമ്പലം. ഇത് അവിടെ തന്നെ അതിന്റെ അടുത്ത് തന്നെ. പിന്നെ ഒരു ദേവിന്റെ അമ്പലം, പിന്നെ ഒരു ചെറിയ ശിവന്റെ അമ്പലം. അതെയാ. ഇത് അമ്പലത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോ കാണുന്ന കാഴ്ച. കൊറേ വിശാലമായിട്ട് അമ്പലം കാണും. ഇരിക്കാൻ നല്ല സൗകര്യം ആക്കിനല്ലേ. ഈ മരം തന്നെ ഇവിടുത്തെ വിശേഷം. ഈ മരത്തിന്റെ കുറിച്ചിട്ട് ഇവിടെ ഈ പൂജയാക്കുന്ന ബട്ടർ അതിന്റെ ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറയൂ. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിന്. പോരാത്തതിന് അതിന്റെ ബോർഡും ഉണ്ട് കന്നഡത്തിൽ എഴുതിനല്ലേ. ഈ മരത്തിനെ കന്നഡത്തിൽ അരളി മറാൻ എന്ന് പറയുമോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷം എന്ത് പറഞ്ഞെങ്കിൽ എങ്ങനത്തെ കാറ്റടിച്ചാലോ ഈ മരത്തുനിന്ന് ഒരു ചെറിയ സൗണ്ട് വരില്ല
എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. ഇവിടെ കാണുന്ന മൊത്ത സ്ഥലവും ഈ അമ്പലത്തിൽ ചേർന്നത് ഈ തോട്ടം, ഈ അടക്കത്തെ ഈ കാപ്പി എല്ലാം ഈ അമ്പലത്തിൻ്റെ പ്രോപ്പർട്ടി. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ വന്നിട്ട് പൂജയെല്ലാം ചെയ്തോ. എന്നിട്ട് നമ്മളുടെ ഇവിടുത്തെ ഭട്ടറിൻ്റെ അടുത്ത് ഇവിടെ ഈ അമ്പലത്തിൻ്റെ എന്ത് പഴയ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ട് ചോദിച്ച് ನೋക്കാം. ಭಟ್ರೆ, ಈ ದೇವಸ್ಥಾನ ತುಂಬ 1000 ವರ್ಷದ ಇತಿಹಾಸ ಇದೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ನೀವು ನೋಡಿದ ಮಟ್ಟಿಗೆ ಇದ್ರದ್ದು ಏನಾದರೂ ಒಂದು ಸ್ವಲ್ಪ ಕಥೆಗಳು ಗೊತ್ತಾ ಭಟ್ರೆ? 1000 ಇಲ್ಲ, 2-3 ವರ್ಷದ ಇತಿಹಾಸ ಇದೆ ಈ ದೇವಸ್ಥಾನಕ್ಕೆ. ಅಗಸ್ತ್ಯ ಮುನಿ ತಲಕಾವೇರಿಯಿಂದ ಲೋಪಮುದ್ರೆ ಕಾವೇರಿಗೆ ಹರಿದು ಬರುವಾಗ ಭಾಗಮಂಡಲದಲ್ಲಿ ಪಂಚಾಯತಿಗೆ ಮಾಡ್ತಾನೆ. ಕಾವೇರಿ ಅಂದರೆ ಲೋಪಭದ್ರೆಯಿಂದ ಅಗಸ್ತ್ಯನ ಹೆಂಡತಿ ಅಲ್ವಾ, ಕಾವೇರನ ಮಗಳು. ಅಲ್ಲಿ ಪಂಚಾಯತಿಗೆ ಅಲ್ಲಿ ಅವಳು ಒಪ್ಪಿಕೊಳ್ಳದೆ ಬಲಬರಿಗೆ ಬರ್ತಾಳೆ. ಮರಮರಿಗೆ ಬಂದು ಅಲ್ಲಿ ಪಂಚಾಯತಿಗೆ ಆಗಿ ಅಲ್ಲಿ ಒಪ್ಪುವುದಿಲ್ಲ ಅವಳು, ಪುನಃ ಹೆಂಡತಿಯಾಗಿರಲಿಕ್ಕೆ ಲೋಕೋದ್ಧಾರಕ್ಕಾಗಿ ಹೋಗ್ತೇನೆ ಅಂತೇಳಿ ಅವ್ರದ್ದು ಬಂದು ಇಲ್ಲಿಗೆ ಬರ್ತಾಳೆ ಗುಹ್ಯಕ್ಕೆ. ಗುಹ್ಯದಲ್ಲಿ ಬಂದು ಇಲ್ಲಿ ಪುನಃ ಪಂಚಾಯತಿಗೆ ಆಗುವಾಗ ಈ ಅಶ್ವತ್ಥನಾರಾಯಣ ಕಾವೇರಿ ಪರವಾಗಿ ನಿಲ್ತಾನೆ. ಆವಾಗ ಅಗಸ್ತ್ಯ ಮುನಿ ಶಾಪ ಆಗ್ತಾನೆ ಈ ಅಶ್ವತ್ಥ ಮರಕ್ಕೆ, ನೀನು ಮಾತಾಡಬೇಡ ಅಂತೇಳಿ. ಆದರೆ ಆ ಕಾವೇರಿಯ ಅನುಗ್ರಹ ವರದಿಂದ ಇಲ್ಲಿ ವೃಕ್ಷವಾಗಿ ಈಗಲೂ ಅಶ್ವತ್ಥ ಮರ ಇದೆ. ಇದೇ ಅಶ್ವತ್ಥ ಮರ ಇದೆ. ಆಮೇಲೆ ಈ ಮರ ಏನೇ ಗಾಳಿ ಬಂದ್ರೂ ಒಂಚೂರು ಸೌಂಡ್ ಬರೋದಿಲ್ಲ. ಅದೇ ನೀನು ಮಾತಾಡಬೇಡ ಅಂತ ಶಾಪ ಕೊಟ್ಟದ್ದು. ಮತ್ತೆ ಒಂದು ಹಿಡಿ ಮರಳು ತೆಗೆದು ಹೀಗೆ ಬಿಸಾಕಿದ್ದಾನೆ. ಈಗ ಹುಟ್ಟುವ ಎಲೆಗಳೆಲ್ಲ ತೂತಾಗಿ ಇರೋದು ಈಗಲೂ. ಈಗ ನೋಡ್ಬೋದು ನೀವು, ಚಿಕ್ಕ ಎಲೆಯು ತೂತಾಗಿ ಬರೋದು. ಅದು ಶಾಪ ಕೊಟ್ಟಿದ್ರದ್ದು ಮರಳು ತೆಗೆದು ಬಿಸಾಕಿದ್ದಾನೆ. ಹಾಗೆ ಹಬ್ಬ ದೀಪಾವಳಿ ಅಮಾವಾಸ್ಯೆಗೆ ಇಲ್ಲಿ ದೇವರ ಜಳಕ ನಡೀತದೆ. ದೇವರ ಜಳಕ ಏಕಾದಶಿಯಿಂದ ಅಮಾವಾಸ್ಯೆಯವರೆಗೆ ಉತ್ಸವ ಇದೆ. ಪ್ರಥಮ ಪಾಡ್ಯ ದಿವಸ ಇಲ್ಲಿ ಶುದ್ಧ ಕಲಶ ಸಂಪ್ರೋಕ್ಷಣೆ ನಡೆದು ಮಧ್ಯಾಹ್ನಕ್ಕೆ ಉತ್ಸವ ಕೊನೆಗೊಳ್ಳುತ್ತದೆ. ಆವಾಗ ತುಂಬ ಧನ್ಯವಾದಗಳು ಭಟ್ರೆ, ನಮಗೆ ಈ ದೇವಸ್ಥಾನದ ಬಗ್ಗೆ ತುಂಬ ಮಾಹಿತಿ ಕೊಟ್ಟಿದ್ದೀರಾ. ಇಲ್ಲಿ ಅಗತ್ಯ ಪೂಜೆ ಮಾಡಿದ ಶಿವಲಿಂಗ ಇರುವುದು. ಅಗಸ್ತ್ಯ ಮಾಡಿ ಪೂಜೆ ಮಾಡಿದ ಶಿವಲಿಂಗ, ಪ್ರತಿಷ್ಠೆ ಮಾಡಿದ ಶಿವಲಿಂಗವೂ ಇರುವುದು ಈಗಲೂ. ಅದೇ ಮುಂಚೆ ಮಾಡಿದೆ ಅದೇ ಲಿಂಗ ಈಗಲೂ ಇರುವುದು. ಅದು ಚೇಂಜ್ ಮಾಡಲಿಲ್ಲ. 400 ವರ್ಷದ ಹಿಂದೆ ರಾಜ ಕೊಡಗಿನ ರಾಜ ಇದನ್ನು ಜೀರ್ಣೋದ್ಧಾರ ಮಾಡಿದ್ದು. ಅದು ಗೋಡೆಗಳೆಲ್ಲ ಹಾಗೆ ಇದೆ. ಗರ್ಭಗುಡಿ ಮುಟ್ಲೇ ಇಲ್ಲ, ಅದು ಹಾಗೆ ಇದೆ. ಪೇಂಟ್ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಈ ಪೌಳಿಯನ್ನು ಗೋಡೆಗಳನ್ನು ಮೊದಲು ಗಾರೆ ಇತ್ತಲ್ಲ, ಗಾರೆ ಗೊತ್ತಾಯ್ತು. ಆ ಗಾರೆಯನ್ನು ತೆಗೆದು ಸಿಮೆಂಟ್ ಗಾರೆ ಮಾಡಿದ್ದಾರೆ. ಶಿಥಿಲ ಆಗೋದು ಬೇಡ ಅಂತ ಗೋಡೆ ಅದುವೆ, ಗಾರೆ ಮಾತ್ರ ಚೇಂಜ್ ಅಷ್ಟೇ. ಆವಾಗ ನೀವು ನಮಗೆ ಕೊಟ್ಟ ಮಾಹಿತಿ ನಮಗೆ ತುಂಬ ಖುಷಿಯಾಗಿದೆ. ಈ ತುಂಬ ಪ್ರಾಚೀನ ಕಾಲದ ದೇವಸ್ಥಾನದ ಮಾಹಿತಿ ಕೊಟ್ಟ ನಿಮಗೆ ധന്യവാദಗಳು. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബൈ.